എല്ലാവർക്കും നമസ്കാരം. SP4Techന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ LSG വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ മത്സരം നടക്കുന്ന മറ്റെപ്പോഴും അല്ല, ഏപ്രിൽ 2-ാം തീയതി കൃത്യം 7:30 നമ്മുടെ ബാംഗ്ലൂരിന്റെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. അതിനു മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. അതിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ മസ്റ്റായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് ആണ് നമ്മുടെ ഈ ഒരു ചിന്നസ്വാമി സ്റ്റേഡിയം. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സിന് ഇവിടെ നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ട്. തീർച്ചയായിട്ടും ഫാസ്റ്റ് ബോളേഴ്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സും ടേക്ക് ചെയ്യാറുള്ളത്. സ്പിന്നേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ബോളേഴ്സ് ആണ് ഇവിടെ വിക്കറ്റ് ടേക്ക് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പിച്ചിലെ മാക്സിമം ആവറേജ് സ്കോർ എന്നൊക്കെ പറയുന്നത് ഒരു 165 165 റൺസ് ഒക്കെയാണ് ഒരു ആവറേജ് സ്കോർ ആയിട്ട് നമുക്ക് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് 635 വിക്കറ്റും സ്പിന്നേഴ്സ് 292 വിക്കറ്റ്സ് മാത്രമാണ് ഇവിടെ ടേക്ക് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുക്കുന്നത് നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ആ ഒരു ടൈമിലുള്ള വെതർ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് 22 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അവിടുത്തെ ആ ഒരു സമയത്ത് താപനില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെയിൻ പോസിബിലിറ്റീസ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ ഇത്രയുള്ള ഈ ഒരു പിച്ചിൽ മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ റെക്കോർഡുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. നമ്മുടെ വിരാട് കോഹ്ലി, സിരാജ്, അതുപോലെ നമ്മുടെ ഡുപ്ലിസി കുറച്ചേ ആയിട്ടുള്ളൂ. ബട്ട് എന്നാലും നമ്മുടെ വിരാട് കോഹ്ലിക്കും അതുപോലെ തന്നെ സിരാജിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റെക്കോർഡ്സ് ഉള്ള ഒരു ഇതാണ് കേട്ടോ, ഗ്രൗണ്ടാണ്. അപ്പൊ ഈ ഒരു ഗ്രൗണ്ടിനെ പറ്റി പറയുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് ഇവിടെ നടന്ന കുറച്ച് മത്സരങ്ങളും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. ലാസ്റ്റ് നടന്ന ഒരു 18 T20 മാച്ചസിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് 7 എണ്ണം, സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 9 എണ്ണമാണ്. ഏറ്റവും കൂടുതൽ വിൻ ചെയ്തത് സെക്കൻഡ് ബാറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 141, ആവറേജ് സെക്കൻഡ് ഇന്നിംഗ് സ്കോർ 136 റൺസുമാണ്. അതുപോലെ തന്നെ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ തമ്മിൽ കളിച്ച ഒരു മത്സരമായിരുന്നു ഹയസ്റ്റ് സ്കോർ ആയിട്ടുണ്ടായിരുന്നത്. 212 റൺസ് ആയിരുന്നു ഹയസ്റ്റ് സ്കോർ ഇൻ ചേസർ. നോക്കിക്കഴിഞ്ഞാൽ 194, 3 വിക്കറ്റ്. ഓസ്ട്രേലിയ വേഴ്സസ് ഇന്ത്യ തമ്മിൽ കളിച്ചായിരുന്നു. അതുപോലെ തന്നെ ലോവസ്റ്റ് സ്കോർ തോൽപ്പിച്ചത് 114 റൺസിന് 7 വിക്കറ്റ് നമ്മുടെ ശ്രീലങ്ക വുമൻസ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക വുമൻസ് തമ്മിലായിരുന്ന ഒരു മത്സരമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പിച്ചിനെ പറ്റി മറ്റ് ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ നോക്കുമ്പോൾ സമയത്ത് ഇപ്പൊ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ 84 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. ഇതിൽ 40 എണ്ണം നമ്മളെ RCB വിൻ ചെയ്തിട്ടുണ്ട്, 40 എണ്ണം ലോസ് ചെയ്തിട്ടുണ്ട്, 4 എണ്ണം റിസൾട്ട് ഇല്ലാണ്ടുമായിട്ടുണ്ട്. ഓക്കെ, ഈ ഫാസ്റ്റ് ഓവറും പിന്നെ മറ്റേ മഴ പെയ്തിട്ടൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ 84 മത്സരങ്ങളായിരുന്നു RCB ഇവിടെ കളിച്ചിട്ടുള്ളത്. അതിൽ 40 എണ്ണം വിൻ ചെയ്തിട്ട് അത്യാവശ്യം RCBയുടെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് എന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ 2-3 കിഡിലിന് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം. ആദ്യം തന്നെ പറയാനുള്ള കുബേര ഫാന്റസി എന്ന് പറഞ്ഞ കിഡിലിന് ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമ്മുടെ ഡ്രീം ലെവലിൽ കാണുന്ന പോലെ തന്നെ നോർമൽ കോൺടെസ്റ്റുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും കുറവ് എൻട്രി ഫീസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ കുബേര ഫാന്റസി. ഏകദേശം ഡ്രീം ലെവലിൽ 299 രൂപയ്ക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും 260 രൂപയ്ക്കാണ് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നല്ല രീതിയിലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡ്യൂ ഓപ്ഷനിലാണെങ്കിൽ ഏകദേശം 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരും അവരെ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡ്രീം ലെവൽ പോലെ 11 പേരെ സെലക്ട് ചെയ്യാൻ അങ്ങനെ ഒരു റിസ്ക് എന്നുള്ള ഒരു പരിപാടിയല്ല. ഈസി ആയിട്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഡ്യൂ ഓപ്ഷൻ. ഇതിൽ ഡ്യൂ ഓപ്ഷനിൽ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഓപ്പോണന്റ് ഇവിടെ ഒരാളെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 3 ആളുള്ളവർ കളിക്കണം. ഓപ്പോണന്റ് നമ്മുടെ സഞ്ജുവിനെ രോഹിത്തിനെ പിക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ബാക്കി ഇഷാൻ കിഷൻ, ജോസ് ബട്ട്ലർ, ജയ്സ്വാൾ ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള അവരെ നിങ്ങളെ പിക്ക് ചെയ്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് വിൻ ആവാൻ പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷൻ ആട്ടോ. അതുകൂടാതെ ഇവിടെ ഡ്യുവോ പ്രോ ഉണ്ട്. ഈ ഡ്യുവോ പ്രോ എന്തിനാന്ന് വെച്ചാൽ 2 പ്ലേയേഴ്സിനെ അറ്റ് എ ടൈം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കളിയിലോട്ട് ഇറങ്ങാം. നമ്മുടെ ഓപ്പോണന്റ് 2 പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് ഇറങ്ങാം. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ആരാണോ അവർ ഈസി ആയിട്ട് വിൻ ചെയ്യും. അതാണ് ഈ ഒരു ഡ്യുവോ പ്രോ. അപ്പൊ ഇതുവരെ ട്രൈ ചെയ്യാതാണെങ്കിൽ മസ്റ്റായി ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വിഷനിലെ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ ഇതും ട്രൈ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ബിക്കോസ് ഇവിടെ നമുക്ക് 49 രൂപയ്ക്കും 29 രൂപയ്ക്കും കോൺടെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ GL-കളാണ്. അതായത് നമ്മുടെ ഡ്രീം ലെവലിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കൂടുതൽ എൻട്രി ഫീസ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മളെ കൂടുതൽ വിന്നിംഗ് പ്രൈസ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അധികം കോമ്പറ്റീഷൻ ഇല്ല. നമ്മുടെ ഓപ്പോണൻസ് അധികം റിസ്ക് ആയിട്ടുണ്ടാവില്ല. നമുക്ക് ഈസി ടു വിൻ എന്നുള്ളൊരു ക്രൈറ്റീരിയ ആയിരിക്കും. അതുപോലെ തന്നെ 5 രൂപയ്ക്കും ഒക്കെ GL ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5 രൂപയ്ക്ക് GL കളിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ 15,000 ഒക്കെ കിട്ടും. നമുക്ക് 5 രൂപയല്ല, 5 രൂപയിൽ നമുക്ക് 30 ടീമും ഉറക്കാം. അപ്പോൾ സിമ്പിൾ പരിപാടിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരാളിൽ തീർച്ചയായിട്ടും നമ്മളെ വിഷനിലോ ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ടസി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട മറ്റൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് നോർമൽ കോൺടെസ്റ്റുകൾ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്.
ഇപ്പൊ നമുക്ക് ₹1 തുടങ്ങി കോൺടെസ്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏക ആപ്ലിക്കേഷനാണ് ഇപ്പൊ നമ്മുടെ നിലവിലുള്ള അതിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇവിടെ നോർമൽ പോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ പോപ്പിന് വെച്ചാൽ നമ്മളെ കുബേരക്കാണ് ഡ്യൂ ഓപ്ഷൻ, ആ ഒരു സെയിം സംഭവമാണ്. ഈസി ആയിട്ട് പൈസ വിൻ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്യാത്താണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സിൽ ഇതുവരെ ട്രൈ ചെയ്യാത്താണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. മറ്റൊരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ യൂസർ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അവിടെ ഡെയിലി QS കൊടുക്കുന്ന കിടിലൻ ആപ്ലിക്കേഷനാണ്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് കോപ്പ് എന്ന് പറഞ്ഞ വീണ്ടുണ്ട്. ഈ കോപ്പ് എന്ന് പറഞ്ഞാൽ പോപ്പ്, അഡോ, ഡ്യുവോ ഒക്കെ സെയിം ആണ്. ആ ഒരു 5 പ്ലേയേഴ്സ് ആണ്. ഈസി ആയിട്ട് നമുക്ക് പൈസ എൻ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ് അതൊക്കെ. അതുപോലെ തന്നെ ബാറ്റ് ബോളിലോ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ യൂസർ ഇന്റർഫേസ് അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മത്സരത്തിലോട്ട് തിരിച്ചു വരാം. നമ്മുടെ ബാംഗ്ലൂരു വേഴ്സസ് LS തമ്മിലുള്ള മത്സരത്തിലുള്ള പ്ലേയിങ് 11 നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരിലാണെങ്കിൽ ഫാഫ് ഡുപ്ലിസി, വിരാട് കോഹ്ലി, രാജിത് പഡിദാർ, അതുകൂടെ ഗ്ലെൻ മാക്സ്വെൽ, ക്യാമറോൺ ഗ്രീൻ, അഞ്ജു റാബർട്ട്, അതുകൂടെ ദിനേശ് കാർത്തിക്, മായങ്ക് ഡങ്കർ, മുഹമ്മദ് സിരാജ്, യാഷ് ഡയാർ, റൈസ് ട്രോഫി, ഇത്രയും പേരാണ് നമ്മുടെ ബാംഗ്ലൂരിൽ പ്ലേയിങ് 11 ആയിട്ടുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നമ്മുടെ വിജയ് കുമാർ വൈശാഖ് വരാൻ ചാൻസ് ഉണ്ട്, ദിനേശ് കാർത്തിക്കിന്റെ പ്ലേസ്. അതുപോലെ തന്നെ നമ്മുടെ ലക്നൌവിലെ നോക്കിക്കഴിഞ്ഞാൽ ഡീകോക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഡേവിഡ് പടിക്കൽ, KL രാഹുൽ, മാർക്കസ് സ്റ്റോണിസ്, നിക്കോളസ് പൂറൻ, ആയുഷ് പദോനി, അതുകൂടാതെ കൃണോൾ പാണ്ഡ്യ, രവി ബിഷ്ണോയ്, മൊഷൈൻ ഖാൻ, അതുപോലെ നവീൻ, മണിമാരൻ, സിദ്ധാർത്ഥ്, ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നമ്മുടെ മായങ്ക് അഗർവാളിന് പകരം, അതായത് KL രാഹുലിന് പകരം മായങ്ക് യാദവ് വരാൻ ചാൻസ് ഉണ്ട്. ഫാസ്റ്റ് ബോളറാണ്. ഇപ്പൊ നമ്മുടെ പ്രോബബ്ലി പ്ലേയിങ് 11 കുറച്ച് കീ പ്ലേയേഴ്സ് ഒക്കെ ആരൊക്കെയാന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന 2 പേരാണ് വിരാട് കോഹ്ലി, ഗ്ലെൻ മാക്സ്വെൽ, അതുപോലെ തന്നെ നിക്കോളസ് പൂറനും കൃണോൾ പാണ്ഡ്യയും. റീസെന്റ് ആയിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച മറ്റ് 2 വ്യക്തികളാണ്. കൂടാതെ മസ്റ്റ് ആയിട്ട് പിക്ക് ചെയ്യുന്ന 2 പ്ലെയറാണ് വിരാട് കോഹ്ലിയും നിക്കോളസ് പൂറനും. അപ്പോൾ നമ്മുടെ ടീമിലോട്ട് കടക്കാൻ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഡ്രീം 11 ആപ്ലിക്കേഷൻ കൊണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മൾ മാച്ച് എടുക്കാം. RCB വേഴ്സസ് ലക്നോ. നമുക്ക് ടീം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നമ്മുടെ KL രാഹുലിനെ പിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിക്കോളസ് പൂറൻ, ഡീകോക്ക്, ഈ 3 പേരെയും മസ്റ്റ് പിക്കായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവർ തീർച്ചയായിട്ടും പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരു ബാറ്റിംഗ് അഡ്വാൻറ്റേജോട് ഉള്ള പിച്ച് ആയതുകൊണ്ടാണ്. ഇതാണ് മായങ്ക് യാദവ്, ഈ പുള്ളിയാണ്. കഴിഞ്ഞ ഒരു മത്സരം അത്യാവശ്യം അധികം ഏജൊന്നുമല്ല, 21 ഏജ് ആയിട്ടുള്ള 4 ഓവർ ബോൾ ചെയ്തിട്ട് 3 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മത്സരമാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല വിക്കറ്റ്സ് ടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലെൻ മാക്സ്വെൽ, ക്യാമറോൺ ഗ്രീൻ 2 പേരെയും പിക്ക് ചെയ്യുക. കൃണോൾ പാണ്ഡ്യ, മാർക്കസ് സ്റ്റോണിസ്, ഏകദേശം അത്യാവശ്യം സ്ട്രെങ്ത് ആയിട്ടുണ്ട് ഈ ടീമുകളിലും. അതുപോലെ തന്നെ നമ്മുടെ വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലിസി 2 ആളെയും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടീം നോക്കുന്ന സമയത്ത് അത്യാവശ്യം ബാറ്റിംഗ് സ്ട്രെങ്ത് വന്നിട്ടുണ്ട് 2 ടീമിൽ. ഇനിയിപ്പോൾ നമ്മുടെ ലക്നോയിൽ ഒരു ബോളറാണ്, ഒരു മെയിൻ ആയിട്ടൊരു ഫാസ്റ്റ് ബോളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ നവീനെ തന്നെ പിക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വിരാട് കോഹ്ലി ക്യാപ്റ്റൻസി ഒക്കെ കൊടുക്കുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും തോന്നി. കാരണം അദ്ദേഹം റീസെന്റ് ആയിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഇത് അദ്ദേഹത്തിന്റെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് ഈ ഒരു മത്സരം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ്. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ നമ്മുടെ രാഹുൽ നല്ല ഓപ്ഷനാണ്. ബിക്കോസ് കൊടുക്കേണ്ടെന്ന് പറയാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ആവാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. അതായത് അദ്ദേഹം മാറി വേറെ ഒരാൾ വരാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി ഒരു സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സെക്കൻഡ് ഇന്നിങ്സ് ഇപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റിംഗ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇന്നിങ്സ് ബോളിങ്ങിന് പോകുമ്പോൾ സമയത്ത് അദ്ദേഹം മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന 4 ക്യാച്ച് ആണെങ്കിൽ കൂടെ 4 ക്യാച്ചിന് അത്യാവശ്യം നല്ല പോയിന്റ്സ് ഉണ്ട്. ഒരു 8 പോയിന്റ്സ് ഒക്കെ വെച്ച് കിട്ടുമല്ലോ. അപ്പോൾ അത് നമ്മൾ മിസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ നല്ലൊരു ഓപ്ഷനാണ്. റീസെന്റ് ആയിട്ട് അത്യാവശ്യം അത് ഒരു 28 റൺസ് ഒക്കെ എടുത്തായിരുന്നു. അതുപോലെ തന്നെ ബോൾ ചെയ്തില്ല കഴിഞ്ഞ മത്സരം, അതാണ് ഒരു പ്രശ്നം. കൃണോൾ പാണ്ഡ്യ ലാസ്റ്റ് മത്സരം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഏകദേശം 65 പോയിന്റ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. 3 ഓവർ ബോൾ ചെയ്ത് വിക്കറ്റ്സ് കിട്ടിയില്ല. ബാറ്റിംഗ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. ഇപ്പോൾ ക്യാപ്റ്റൻ വൈസ് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തന്നെ തോന്നും. പക്ഷെ നമുക്ക് ഡീകോക്ക് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം. കാരണം അദ്ദേഹം ക്യാപ്റ്റൻ കീപ്പിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഡ്യുവൽ പോയിന്റ്സ് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ആയാണ്. ടീം ഒന്ന് നോക്കാൻ ഡീകോക്ക്, KL രാഹുൽ, നിക്കോളസ് പൂറൻ, വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലിസി, ഗ്ലെൻ മാക്സ്വെൽ, മാർക്കസ് സ്റ്റോണി, കൃണോൾ പാണ്ഡ്യ, ക്യാമറോൺ ഗ്രീൻ, മുഹമ്മദ് സിരാജ്, നവീൻ, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ് ഗൈസ്. അപ്പോൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ചാനലൊന്നും കയറാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്തായാലും